ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 21ാമത്തെ ദിവസത്തെ എക്സാമാണ് കേട്ടോ. അപ്പോൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് SCERT-യുടെ 5ാം ക്ലാസ്സിലെ സയൻസ് 8ാമത്തെ ചാപ്റ്റർ അകറ്റി നിർത്താം രോഗങ്ങൾ. ആ ചാപ്റ്ററും അതേപോലെ LDC 2021 മെയിൻ എക്സാമിൻ്റെ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസും ആണ് പഠിച്ചു വരാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കും. ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്തേ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻസ് മൊത്തത്തിലായിട്ടുള്ളത് കേട്ടോ. സെലക്റ്റീവായിട്ട് എടുത്താണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കും, ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് നോക്കുക എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. നെഗറ്റീവ് എത്ര ഉണ്ടെന്നുള്ളത് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളിൽ പെടാത്തത്. 2 വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടുന്നത്. 3 എണ്ണ ചോർച്ച കൊണ്ട് കടലിലുണ്ടാകുന്ന മലിനീകരണം തടയുന്ന ബാക്ടീരിയയാണ് ഡാഷ്. 4 സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്തത്. 5 സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം. 6 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം. 7 പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. 8 ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം. 9 സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. 10 ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ. 11 ധരാതലീയ ഭൂപടങ്ങളിലെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര. 12 നിബന്ധമല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്. 13 സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏത്. 14 നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. 15 ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര്. 16 ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. 17 ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ്. 18 WTO അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം. 19 താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത്. 20 ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. 20 ക്വസ്റ്റ്യൻസ് ആണ്. പറ്റുന്നത് മാക്സിമം നിങ്ങൾ 18, 19 ശരിയാക്കാൻ നോക്കാം, കാരണം അത്രയേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഇതിന് ആൻസർ വായിക്കാൻ നിങ്ങൾ നോക്കട്ടോ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെന്നുള്ള. അപ്പോൾ 1 കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ് കൊതുക് പരത്തുന്ന രോഗങ്ങളല്ല. മറ്റുള്ള 3 ചിക്കൻ കുനിയും മലമ്പനിയും മന്തൊക്കെ എന്താണ് കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പെടുന്നതാണ്. അടുത്ത വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടുന്നത്. വായുവിലൂടെ പകരുന്ന രോഗമാണ് ക്ഷയം, ഓപ്ഷൻ ഡി. 3 എണ്ണ ചോർച്ച കൊണ്ട് കടലിലുണ്ടാകുന്ന മലിനീകരണം തടയുന്ന ബാക്ടീരിയ ആണ് ഇത്, സൂപ്പർ ബഗ്, ഓപ്ഷൻ ബി ആണ് സൂപ്പർ ബഗ്. 4 സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്തത് ആരാണെന്നാണ് ആളുടെ പേര്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട് മുമ്പ് ഒരു വർഷം. ആനന്ദ് മോഹൻ ചക്രവർത്തി. 5 സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി മലനാടാണ്. 75 മീറ്റർ കൂടുതലുള്ള പ്രദേശമാണ്. ഇത് LDCയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തന്നെ SCERT-യിൽ വന്ന കേട്ടോ. നമ്മൾ SCERT 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഇല്ല, അത് നമ്മൾ ഓൾറെഡി പഠിച്ച ക്വസ്റ്റ്യൻ ആണിത്. 25 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം. ഒത്തിരി SCERT ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് ഇത്, പൂക്കോട്ട് യുദ്ധം. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. ഇതും സോഷ്യൽ സയൻസ് SCERT നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് ഇതുവരെ പഠിച്ച ഭാഗത്തുനിന്ന് വന്നതാണ്, SCERT-യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 9 സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഇത്, നാഥുല ചുരം, ഓപ്ഷൻ എ. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. 2 ഓപ്ഷൻ സി ആണ്. ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി, ഓപ്ഷൻ ബി 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തി. 12 നിബന്ധമാല മറാത്തി ഭാഷ. സൂര്യതാപം ഭൂമിയിലെത്തുന്ന വികിരണം റേഡിയേഷൻ കൊണ്ടാണ്. നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങൾ ഉൾപ്പെടാത്തതാണ് കൃഷിയിടങ്ങൾ തരിശിടുക, ഓപ്ഷൻ സി. 15 ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത്, അതിനെ പറയുന്നതാണ് ഇത് സ്ഥിര വിനിമയ നിരക്ക്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. ഓപ്ഷൻ ബി 2ാം പഞ്ചവത്സര പദ്ധതി. 17 ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഒഡീഷ. 18 WTO ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് 1995.
19 താഴെ കൊടുത്തിരിക്കുന്നത് സ്വയം തൊഴിൽ പദ്ധതി, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കർ യോജന. 20 ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ ഏതാ? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം. അത്രയാണ് ക്വസ്റ്റ്യൻസ്. അടുത്ത ദിവസത്തേക്കുള്ള ടോപ്പിക്ക് എന്ത് ചെയ്യാം, ഞാൻ വിട്ടുതരാം. അപ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് പോകാം. നമ്മൾ മെയിനായിട്ട് SCERT എന്തായാലും നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുമ്പോൾ അതിൽ മാത്സും വരുന്നുണ്ട്, അതേപോലെ ഇംഗ്ലീഷും വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്. ആ ഭാഗം കൂടി നോക്കിയിട്ട് പോകണേ. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വലിയൊരു ടോപ്പിക്ക് വലിയൊരു മാർക്ക് വരുന്ന സെഷൻ അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഒഴിവായി പോകും. അപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വരുന്ന ഭാഗം നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ചെയ്തോളാം. പിന്നെ ആകെ ഇതിൽ വരാത്ത നമ്മൾ പഠിക്കാത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫെയറേ ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് എത്തിയിട്ട് എന്ത് ചെയ്യാം, കറണ്ട് അഫെയർ ഒരു സെഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, കാര്യമായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത് അടുത്തൊരു എക്സാമിൻ്റെ ടോപ്പിക്ക് ഞാൻ തരാം. ഓക്കെ, ബൈ.